1 കോടി രൂപ കൊടുക്കാന്നാണെങ്കിൽ 90 lakhs ആണല്ലോ TDS കഴിഞ്ഞിട്ട് ചെല്ലുക. 10% TDS പിടിക്കും. എന്താടാ 1 കോടി വന്ന് പറഞ്ഞിട്ട് 90 ലക്ഷം വന്നുള്ളൂ. 10 ഞാൻ പറഞ്ഞു ചേട്ടാ 10 സർക്കാരിന് കൊടുക്കുന്ന TDS ആയിട്ട്. അങ്ങനെ നീ ആർക്ക് വേണേലും കൊടുത്തു, എന്റെ കയ്യിൽ 1. അങ്ങനെ പറഞ്ഞത് 10 ലക്ഷം രൂപ ഗവൺമെന്റ് അടയ്ക്കുന്നത്. ഇപ്പൊ അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന സർവീസ് പ്രൊഫഷണൽ സർവീസാണ്. ഇൻകം ടാക്സിന്റെ 194J പ്രകാരം ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ടുകൾക്ക് 10% TDS പ്രൊഡ്യൂസർ കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ TDS കട്ട് ചെയ്യാൻ 1 കോടി രൂപയും സുരാജേട്ടൻ്റെ അക്കൗണ്ടിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ കൊടുത്ത എമൗണ്ടിന്റെ 30% പ്രൊഡ്യൂസർക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ 30 ലക്ഷം രൂപയ്ക്ക് പ്രൊഡ്യൂസർ ടാക്സ് അടയ്ക്കണം. ഈ കട്ട് ചെയ്ത എമൗണ്ട് പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റിന്റെ പേരിൽ തന്നെ ഇൻകം ടാക്സിലേക്ക് അടയ്ക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ കേസിൽ 1 കോടി രൂപ ഫുള്ളും സുരാജന്റെ അക്കൗണ്ടിൽ കൊടുക്കാതെ 10 ലക്ഷം രൂപ ഗവൺമെന്റ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ TDS സെക്ഷൻസ് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടി വരും.